സാറേ നമ്മൾ കാണുന്നത് ഏത് സ്ഥലമാണ് സാറേ? ഈ കാലാവസ്ഥൻ്റെ ഇങ്ങനെ ഇതുപോലത്തെ നല്ല കായ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സാറേ? പിന്നെ അതിനു മുമ്പ് എൻ്റെ പേര് മുരുകനാണ്. ഞാൻ മറ്റേ റാം സീഡ്സ് ക്രാപ്പ് സയൻസിൻ്റെ ഇടുക്കിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുണ്ട്. കടന്ന 2-3 വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെ റാം സീഡ്സിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏബിൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ സമയത്തിന് കായ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉറപ്പായിട്ട് കാ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇടുക്കിയിലുള്ള കർഷകർക്ക് പറയാനുള്ള 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതിനൊന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഡെയിലിയും ഏബിൾ ന്യൂസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. എന്തൊക്കെയാ ന്യൂസിലെ ഡെയിലിയും ഷോ ആയിക്കൊണ്ടിരിക്കുന്നത്? വാറൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂടൊക്കെ മാറണ എൽ നിനോ. ഓക്കെ. അത് മീൻസ് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഗൾഫ് മീൻസ് ഈരാൻ്റെ യുദ്ധം നടന്നതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ ഇമ്പാക്റ്റ് നമുക്ക് തന്നെ വന്നിട്ടുണ്ട്. മീൻസ് ഫുൾ നമ്മുടെ എല്ലാവരും ലോകത്തിന് എല്ലാവർക്കും കുറേ പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഒന്ന് കേസ് ഇഷ്യൂ, നമ്മുടെ LPGൻ്റെ ഷോർട്ടേജ് വന്നു. അതുകൊണ്ട് LPG ഇപ്പോൾ ഇല്ലാണ്ടായി കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് ഓക്കെ, അത് നമ്മൾ എന്തായാലും ഫേസ് ചെയ്യുന്നുണ്ട്. പ്ലസ് അത് നമ്മൾ മറുപടി ഉണ്ടാക്കി എന്തെങ്കിലും ലൈഫിൽ ജീവിക്കാൻ കുറേ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഫാർമറായ ഇടുക്കിൻ്റെ കർഷകർക്ക് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് ഡെയിലിയും ടെലികാസ്റ്റ് ആകുന്നുണ്ട്. ഒന്ന്, ഫെർട്ടിലൈസറിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. അത് കണ്ടായിരുന്നില്ല? അതെ, ഫെർട്ടിലൈസർ ഇങ്ങനത്തെ നമുക്ക് കാ വേണമെങ്കിൽ, ഇതുപോലുള്ള കാ ഉണ്ടാകണമെങ്കിൽ ഒന്ന് ന്യൂട്രീഷൻ കൊടുക്കണം. ന്യൂട്രീഷൻ മീൻസ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്താലല്ലേ ഇങ്ങനത്തെ കാ വരത്തുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ന്യൂസ് കർഷകർക്ക്. ഫെർട്ടിലൈസറിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നോർമലായിട്ട് നമ്മളെ ഏലത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ചിമ്പുകളും കായ്കളും ഉണ്ടാക്കി വരാൻ വേണ്ടി TAP കോംപ്ലക്സ്, പൊട്ടാഷ് അങ്ങനത്തെ കുറേ രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം പോയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഈൽഡ് വന്നത്. നമ്മൾ ഇന്നലെ ന്യൂസിൽ കണ്ടായിരുന്നല്ലോ, പൊട്ടാഷ് 1850 രൂപ ഉണ്ടായിരുന്ന പൊട്ടാഷ് ഇനി അടുത്ത് വരുന്ന കാലങ്ങളിൽ 2250 പറയുന്നത്. ആകപ്പാട് ഒരു 500 രൂപയുടെ റേറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് 1650 സംതിങ് ഉണ്ടായിരുന്നത്, അതും ഇപ്പോൾ 2000-ന് മേലെ വരാനാണ് പറയുന്നത്. പിന്നെ ഇനിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേറ്റ് കൂടിക്കോട്ടെ, ഓക്കെ, ബൈ ചാൻസ് നമുക്ക് ഈൽഡ് വേണമെങ്കിൽ നമ്മൾ ഇടും. പക്ഷേ റേറ്റ് കൂടുന്നുണ്ട്. ആ റേറ്റ് കൂടുന്നതൊക്കെ ഷോർട്ടേജ് ഉണ്ട്. മീൻസ് നമുക്ക് വരുന്ന രാസവളങ്ങൾ മുഴുവനും ഇമ്പോർട്ടഡ്, നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ വാർ വന്നതുകൊണ്ട് ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ 200 പറയുന്നത് ഷോർട്ടേജ് വരും. ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ഈ വളങ്ങളിന് ഷോർട്ടേജ് കൂടുതലായിട്ട് വരുന്നതാണ് പറയുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അപ്പോൾ ഫാർമർ അത്യാവശ്യം വളപ്രയോഗം നടത്താൻ വേണ്ടിയത് അടുത്ത ഒരു വേ മീൻസ് നമുക്ക് ചെടിക്ക് വളം കൊടുക്കാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ചെടിക്ക് വളം കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാനും ഒന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അടുത്തൊരു മാറ്റു വഴി ഒന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ അടുത്തൊരു നമ്മളെ ക്ലൈമറ്റ്, നമ്മളെ കാവുണ്ടാണെങ്കിൽ ക്ലൈമറ്റ് നല്ലതായിരിക്കണമല്ലോ. ക്ലൈമറ്റ് നല്ലതായിട്ടില്ലെങ്കിൽ നമുക്ക് വിളച്ചിലില്ല. സോ ഓക്കെ, അപ്പോൾ നമ്മളെ നേരത്തെ ഉണ്ടായിരുന്നത് ലാൻലീനോ ആയിരുന്നു. ലാൻലീനോ ഇപ്പോൾ കൺവേർട്ടായി എൽനിനോ ആയി മാറി. ഇപ്പോൾ പറയുന്നത് എൽനിനോ ഈ വരുന്ന 2 മാസം കഴിഞ്ഞാൽ മീൻസ് സെപ്റ്റംബർ മുതൽ സൂപ്പർ എൽനിനോ ആയിട്ട് കൺവേർട്ട് ആകാൻ പോകുന്നതാണ് പറയുന്നത്. ആ സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത് നമുക്ക് അധികപ്പടിയാണ് ചൂടും തരാം, അധികപ്പടിയാണ് മഴയും തരാം. അപ്പോൾ നമ്മൾക്ക് രണ്ടും വന്നാലും പ്രശ്നം. ഒന്ന് ചൂട് വന്നു കഴിഞ്ഞാൽ കാവൊന്നും പിടിക്കത്തില്ല. അടുത്ത് നല്ലപോലെ മഴയായി കഴിഞ്ഞാൽ ആളുകൾ പോകും. അപ്പോൾ 2 വന്നാൽ പോലും നമ്മൾക്ക് ക്രാപ്പിൻ്റെ മീൻസ് നമുക്ക് കിട്ടാനുള്ള കായിന് അളവ് കുറയും. അപ്പോൾ അത് 2ഉം വരാനുണ്ട്. അപ്പോൾ ഫാർമറും അതിനു വേണ്ടിയും ഇപ്പോഴിരുന്ന് തന്നെ കുറേ നമ്മൾ പ്രാക്ടീസുകളെ നടത്താൻ തുടങ്ങണം. പിന്നെ ഏബിൾ ഫസ്റ്റ് ചോദിച്ചതല്ലേ ഇങ്ങനത്തെ ഈ സമയത്തിൽ എങ്ങനെയാണ് കാ പിടിച്ചത്? പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ന്യൂട്രീഷൻസ് കൊടുത്താലല്ലേ നമ്മൾക്ക് ഇങ്ങനത്തെ ചിമ്പ് ആരോഗ്യമുള്ള തട്ട കണ്ടല്ലോ. ഒരു തട്ടയും നല്ല കരിമ്പ് തട്ട പോലെ നല്ല തട്ടയിലാണ്. അപ്പോൾ ഇങ്ങനെ തട്ടകൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വളം കൊടുക്കണം. ചൂടിൽ വളം കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല സാർ. എന്തിനാ വളം കൊടുക്കാൻ പറ്റില്ല? നമ്മുടെ ചെടി എടുക്കാൻ പറ്റത്തില്ല. ചെടി എടുക്കാൻ പറ്റില്ല, റൂട്ട് ജോൺ കാണത്തില്ല, ചെടി എടുക്കാൻ പറ്റില്ല. പ്ലസ് വാട്ടറിൻ്റെ ഷോർട്ടേജ് വരും. ഒന്നാമത് വാട്ടറിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വളം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 പ്രശ്നം, ഒന്ന് സമ്മറിൽ വളം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞ 2 പ്രശ്നം വേണം. അടുത്ത് മൂന്നാമത്തത് നമ്മൾ സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ വില ഭയങ്കരമായിട്ട് കൂടി ഷോർട്ടേജ് വന്നു. ഇതെല്ലാം നമ്മൾ
മേക്കപ്പ് ചെയ്ത് ഫാർമർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ തന്നെ റാം സീഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നു. നമ്മൾ 2 വർഷങ്ങളായിട്ട് ആ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇടുക്കിയിൽ തന്നെ കുറേ ഫാർമേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏബിൾ ചോദിച്ചപ്പോൾ ഈ ഫാർമർ, ഈ തോട്ടത്തിനുള്ള ഫാർമർ, ഇത് കൊച്ചറയിലുള്ള ഒരു തോട്ടമാണ്. ഈ ഫാർമർ എപ്പോഴും റെഗുലർ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസറേ ഉള്ളൂ. ഫുൾ ആൻഡ് ഫുൾ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, ഐ മീൻസ് ദ്രവ വഴിയിലുള്ള വളങ്ങളേ ഉള്ളൂ. ഇപ്പോൾ റാം സീഡ്സ് ഒരു 4 ദ്രവ വഴിയിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നു. അത് പുള്ളി നല്ലപോലെ ചെരിക്കും കൊടുത്തത് നമുക്കറിയാലോ. ചൂടുള്ള സമയത്ത് പൊട്ടാഷ്യം നല്ലപോലെ കൊടുക്കണം. പൊട്ടാഷിന് വേണ്ടി നമ്മളെ വീസോൾ എന്ന് പറയുന്ന നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് പുള്ളി നല്ലപോലെ അടിച്ചിട്ടുണ്ട്. 2 മാസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ റിപ്പീറ്റഡായിട്ട് കൊടുത്തു. പ്ലസ് സ്ട്രെസ്സിലിരുന്ന് റിലീവ് ആകാൻ നമ്മൾക്ക് കാൽസ്യം കൊടുക്കണം. പ്ലസ് പൂക്കുന്ന പൂ നല്ലപോലെ കാണാനും നമുക്ക് കാൽസ്യത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാൽസ്യത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റാം സീഡ്സ് വീസോ വിട്ട് എന്ന് പറയുന്ന കാൽസ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീസോ വിട്ട് ഇത് രണ്ടും ഈ ഫാർമർ നല്ലോളം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ ഈ കാൻ്റെ എണ്ണിക്ക കണ്ടോ, ഈ സമയത്തിന് നല്ലോളം കാ പിടിത്തം 5 കാ 6 കാ വരെ ഉണ്ട്. ഈ സമയത്തിന് കാന ഒരു ട്രാപ്പിംഗ് പോലും ഇല്ല. ഇപ്പോഴും നല്ലോളം അരുമ്പുണ്ട്. പഴയ ചരങ്ങൾ കണ്ടോ എത്ര 1 2 3 4 5 6 7ാമത്തെ കായ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ടൈമുണ്ട് സീസൺ തുടങ്ങാൻ. ഈ ഇങ്ങനത്തെ കാ വരാൻ്റെ റീസൺ പുള്ളി വീസോളും വീസോവിട്ടും റിപ്പീറ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ മഞ്ഞപ്പിഞ്ഞ് വീഴുന്ന പൊളി. ഇപ്പോൾ എല്ലാ ഫാർമറും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മഞ്ഞപ്പിഞ്ഞ് പൊളിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രത്യേക ഒരു പ്രോഡക്റ്റ് ഉണ്ട്, റീസ്റ്റോർ. റാം സീഡ്സിൻ്റെ റീസ്റ്റോർ. അതിനകത്ത് ഇരിക്കുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മൈക്രോ വിത്ത് NPK 3 എലമെൻസും അതിനകത്തുണ്ട്. മൈക്രോ ന്യൂട്രിയൻറ്റ്, മാക്രോ ന്യൂട്രിയൻറ്റ് വിത്ത് NPK. ഈ വീസോ വിട്ട് റീസ്റ്റോർ ഈ 3ഉം കൂടിയിട്ട് ഈ ഫാർമർ റിപ്പീറ്റഡായിട്ട് അടിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ കാ കണ്ടോ എത്ര കാ ഉണ്ട്. ഇത് ഒരു ചെടി മാത്രമല്ല, കുറേ വീഡിയോയിൽ ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഒരു ചെടിയെ കാണിക്കും, ആ പറമ്പ് പോലും അങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു ചെടി നല്ലതായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ പറമ്പ് നിങ്ങൾ ഫുള്ള് നോക്കിയാൽ പോലും ഫുള്ള് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെയാണ്. ഈ പറമ്പ് ഫുള്ളും ഇതുപോലെ തന്നെ കായ. പ്ലസ് ഒരു ഫാർമർ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം ഉണ്ടല്ലോ, അത് ഓക്കെ ആണോ എന്ന് എങ്ങനെയാണ് അവർ ജഡ്ജ് ചെയ്യും? നമ്മൾ കൊടുത്ത എങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് കണ്ടിട്ട് അടുത്ത്. പ്ലസ് ഈൽഡ് അല്ലേ? ഇത് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു 1.25 ഏക്കറേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എത്ര എടുത്ത് കാണുമെന്ന് അറിയാമോ? 1300 1500 ഉണക്കെടുത്തിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കലി പ്രൂഫ്. ഈ ഫാർമർ 1300 കിലോയിന് മേലെ ഉണക്കെടുത്തിട്ടുണ്ട്. നല്ല വിളയല്ലേ? നല്ല വിളവല്ലേ? നല്ല വിളവല്ലേ? അതാ പറഞ്ഞത്. നമ്മൾ റിപ്പീറ്റഡായിട്ട് പുള്ളി നമ്മൾ പറയുന്നത് കണ്ടോ, ഈ ഒരു കായൽ പോലും നിങ്ങൾ ഒരു ത്രിപ്സിന് മീൻസ് ചൊരിക്ക കണ്ടോ? ഇവിടെ മഞ്ഞപ്പിഞ്ഞില്ല, ഇവിടെ നല്ല കായ് ഒരു ചരമ്പോളും കുത്തി പോയിട്ടില്ലല്ലോ. ഇല്ല സാറേ ബോറർ വന്നിട്ടില്ല. ഈ സമയത്തിന്റെ ത്രിപ്സ് വരാൻ സാധ്യതയുണ്ട്. ത്രിപ്സ് ഇല്ല മീൻസ് നല്ലോളം വളം കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നല്ല വളങ്ങൾ, ചെടിക്ക് ആവശ്യമുള്ള വളങ്ങൾ സമയത്തിന് കൊടുത്തോണം. അത് കൊടുത്തതും പിന്നെ പ്രോപ്പർ നമ്മൾ പറയുന്ന റാം സീഡ്സിന് എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട്. പുള്ളി വാങ്ങിച്ച് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഇല്ലാതെ ഈ ചെടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഫാർമറും നമ്മൾ പറയുന്ന വീസോ വിട്ട് പ്ലസ് റീസ്റ്റോർ ഈ 3 സാധനങ്ങളും നല്ലോണം ഏലത്തിന് കായ്കൾ ഉണ്ടാകണമെങ്കിൽ ഇത് ഒത്തിരി നമ്മൾ കൊടുക്കുവാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. വീസോൾ എന്ന് പറയുന്നത് ഇവനെ കൃമിനാശിനി കൂടെ കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിലിറ്റി തന്നെയാണ്. അടിക്കാൻ പറ്റും. അടിക്കാൻ പറ്റും. എന്തായാലും പൊട്ടാഷ് അല്ലേ ഉള്ളൂ. നിങ്ങൾ അടിക്കുന്ന മന്ത്ലി യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് ഉണ്ടല്ലോ, അതിനോടത്ത് നിങ്ങൾ അടിക്കാൻ പറ്റും. കംഫർട്ടബിലിറ്റി തന്നെ. പിന്നെ 200 ഏബിൾ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അടുത്ത് ഏലത്തിന് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമട്ടോട് അല്ലേ? പിന്നെ നമട്ടോട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാ വരത്തില്ല. മീൻസ് വളങ്ങളൊന്നും വഴിച്ചെടുക്കത്തില്ല. അപ്പോൾ നമട്ടോടിന് എന്തെങ്കിലും നിങ്ങൾ ഒരു റെമഡി കൊടുക്കും. മീൻസ് എന്തെങ്കിലും മാർക്കറ്റിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കും. അതിന് കൊടുത്ത് കാൽഷ്യം നമ്മുടെ വീസോ ഇട്ട് ഒരു 200 300 മില്ലി വെച്ച് ഒഴിക്കുവാണെങ്കിൽ അത് ക്ലേസിൻ ടെക്നോളജിയാണ്. ക്ലേസിൻ എന്ന് പറയുന്നത് ചെടി പെട്ടെന്ന് അബ്സർവ് ചെയ്ത് മൊബൈലൈസേഷൻ ആകാനുള്ള ഒരു ടെക്നോളജി. അത് നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു നമട്ടിസൈഡിനും കൊടുത്തും അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇനിയും ബെറ്റർ അബ്സർവേഷൻ കിട്ടും.
പൈഫർ റൂട്ട് നല്ലപോലെ ഡെവലപ്പ് ആവും. ഓക്കെ സാർ. ഫൈഫർ റൂട്ട് ഡെവലപ്പ് ആയാലേ അടുത്ത് ഹെയർ റൂട്ട് ഡെവലപ്പ് ആകത്തുള്ളൂ. അതെ സാർ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഏത് വേണമെങ്കിലും അതിന് കൊടുത്ത് കൊടുക്കാം. നിങ്ങൾ വീസോളിന് കൊടുത്തും കൊടുക്കാം, പ്ലസ് നമ്മട്ടി ഷെയ്ഡിന് കൊടുത്തും വീസോ വിട്ട് കൊടുക്കാം. ഓക്കെ. ഓക്കെ അല്ലേ? ഇപ്പോൾ റീസ്റ്റോറിന് സാർ പറഞ്ഞത് അത് പിന്നെ നമ്മുടെ ഇവനോട് കംഫർട്ടബിലിറ്റിയാണ്. അത് എല്ലാത്തിനോടത്തും അതും കംഫർട്ടബിലിറ്റിയാണ്. ഈവൻ നിങ്ങൾ അടുത്ത് കുറേ ഇതുണ്ട്. ഇപ്പോൾ എല്ലാവരും ലൈം അപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് മണ്ണ് ന്യൂട്രലാക്കാൻ വേണ്ടി. നമ്മൾക്കറിയാലോ pH 6 to 7 കറക്റ്റായിട്ട് നിന്നാലേ റേഷ്യോയിൽ ഉണ്ടായിരുന്നാൽ വളം വഴിച്ചെടുക്കത്തുള്ളൂ. ആ സമയത്ത് കൊടുത്തിട്ട് മഴയില്ലെങ്കിൽ ഫാർമർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മഞ്ഞപ്പിഞ്ഞ് പൊളിച്ചൽ. പയ്യാനായിട്ട് ട്രൈ ആയി മഞ്ഞപ്പിഞ്ഞ് പൊളിയും. ആ മഞ്ഞപ്പിഞ്ഞ് പൊളിച്ചിൽ നിന്ന് റെക്കവർ ചെയ്യാൻ നിങ്ങൾ റീസ്റ്റോർ ഉറപ്പായിട്ട് അടിക്കാം. 200% നിങ്ങൾക്ക് റീസ്റ്റോർ അത് ഹെൽപ്പ് ചെയ്യും മഞ്ഞപ്പിഞ്ഞിലിരുന്ന്. പിന്നെ അടുത്ത് മഴക്കാലത്ത് എല്ലാ ഫാർമറും അടുത്ത് കൊടുക്കാനുള്ള ഒറ്റ പ്രോഡക്റ്റ് മീൻസ് കാപ്പർ സൾഫേറ്റ് അല്ലേ? തുറുസിന് പറയുന്നത് കാപ്പർ സൾഫേറ്റ് കൊടുക്കും. ഈ കാപ്പർ സൾഫേറ്റ് പോയാലും മഴയില്ലെങ്കിൽ മഞ്ഞപ്പിഞ്ഞ് പൊള്ളുന്നത് ഭയങ്കരമായിരിക്കും. ആ കാപ്പർ സൾഫേറ്റിന് കൊടുത്തും നിങ്ങൾ റീസ്റ്റോർ കൊടുക്കാൻ പറ്റും. മൈക്രോ ന്യൂട്രിയൻറ്റ് അങ്ങനെ നിങ്ങൾ കാപ്പർ സൾഫേറ്റിന് കൊടുത്ത് മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മഞ്ഞപ്പിഞ്ഞ് വരത്തില്ല. ചെടി സ്ട്രെസ്സിലോട്ട് പോകത്തേ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ തോട്ടം അങ്ങനെ തന്നെ കായലോട്ട് തന്നെ ഇരിക്കും. നമ്മുടെ COC ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചെറിയ അറസ്റ്റും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിലിരുന്ന് ആ ചെടിയെ പിടിച്ച് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ റീസ്റ്റോർ കൊടുക്കാം. റീസ്റ്റോർ പറയുന്ന ഒന്നുമില്ല, മൈക്രോ ന്യൂട്രിയൻ മാക്രോ ന്യൂട്രിയൻ വിത്ത് NPK പ്ലസ് അതൊരു സ്ട്രെസ് റിലീവറാണ്. അതിനു വേണ്ടി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ ഫാർമർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫെർട്ടിലൈസറിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡിൽ വെച്ച് അതിനു വേണ്ടി നമ്മൾ പറയുന്ന ഈ ലിക്വിഡ് ഫെർട്ടിലൈസറിലോട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്, പിന്നെ വിളക്കുറവുണ്ട്, നല്ല റിസൾട്ട്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇതുള്ള റിസൾട്ട്സ് ഉണ്ട്. അത് പിന്നെ അടുത്ത് വരുന്ന ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെ വരാൻ പോകുന്നു നിങ്ങൾക്ക് ആൾറെഡി അതിനെ നിങ്ങൾ മൈൻഡിൽ വെച്ച് ഒരു വർക്കൗട്ട് ചെയ്ത് പറ്റുന്ന രീതിയിൽ നല്ലപോലെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ലപോലെ ഈൽഡ് എടുത്ത് നിങ്ങൾ നല്ലപോലെ ഇനിയും കൂടുതലായിട്ട് ഈൽഡിലോട്ട് പോകുക. ഓക്കെ, അതല്ല താങ്ക് യു. നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഏല കൃഷി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ സാറ് പറയുന്നത് പോലെ നമ്മൾ ചെഞ്ഞാലേ ഇവിടെ നല്ല നമ്മൾ ഒരു ഈൽഡിലോട്ട് പോകാൻ നല്ല സാധ്യതയുണ്ട്. എന്നാൽ സാർക്ക് നമുക്ക് ഒരു നന്ദി പറയാം. താങ്ക് യു.